മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മൾ കണ്ട ഒരു കുടുംബമുണ്ട്. താമരശ്ശേരി രൂപതയിൽപ്പെട്ട പൂതമ്പാറ ചെറുപുഷ്പ ദേവാലയ ഇടവകയിലെ കളത്തൂർ കുടുംബമാണ്. കൊച്ചപ്പച്ചൻ എന്ന പിതാവും അതുപോലെ തന്നെ അന്നമ്മ എന്ന അമ്മയും. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. എൻ്റെ പേര് നെവിൽ എന്നാണ്. ഞാൻ MSc പഠിക്കുകയാണ് മംഗലാപുരത്ത്. ലാസ്റ്റ് ഇയറാണ്. ഇവിടെ ഇവരുടെ 3 ആൺമക്കളിലെ നടുവിലെ പുത്രൻ്റെ പുത്രനാണ്. രണ്ടാമത്തെ എനിക്കൊരു ചേച്ചിയുണ്ട്. ഞാൻ രണ്ടാമത്തെ ആളാണ്. ഇപ്പം ഈ ഒരു അംഗസംഖ്യ അല്ല ഞങ്ങളുടെ കസിൻസ് എന്ന് പറഞ്ഞ ഒരു 10-25 പേരോളം ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഇരിക്കുന്നതിൽ നോൽച്ചേട്ടനാണ് ഏറ്റവും മൂത്തത്. എന്നാലും ഞാനാണിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ മൂത്തതെന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കുകയാണ്. എനിക്ക് അമ്മച്ചീനെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഞങ്ങളൊക്കെ ഈ 3 മാസം വെക്കേഷനുള്ള സമയത്ത് ഈ പൂതമ്പാറയ്ക്ക് എപ്പോഴും പൂതമ്പാറയ്ക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ പൂതമ്പാറയാണ്. ഞങ്ങളാണ് കാലിക്കറ്റാണ് താമസിക്കുന്നത്. അച്ചാച്ചൻ അവിടെ ജോലിയായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെയാണ്. അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ ചേട്ടനും ഇവിടെ താഴത്തെ മേളിലായിട്ടാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ വെക്കേഷൻ ആകുമ്പോൾ തന്നെ അച്ഛനോട് പറയും ഞങ്ങൾക്ക് പൂതമ്പാറ പോകണം, അവിടെ അടിച്ചു പൊളിക്കണം. ഞങ്ങൾക്ക് 3 മാസം ഇങ്ങോട്ട് വരാൻ അത്രയ്ക്കൊരു ഹാപ്പി ആയിരുന്നു. കാരണം ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പുഴ കാര്യങ്ങൾ, ഞങ്ങളവിടെ ഒരു സിറ്റിയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പുഴയും കാര്യങ്ങളൊരു അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ഭയങ്കര ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരും, പുഴയിൽ ചാടുക. ഇവിടെ പിന്നെ അമ്മച്ചി ഞങ്ങളോട് പറയും, എടാ പറമ്പിലൊക്കെ കുറേ അടക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പറക്കിയിട്ട് അത് പൈസ വിറ്റിട്ട് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചോ കാര്യം മേടിച്ചോ എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി അത് വിറ്റ് അത് കാശാക്കി ഞങ്ങൾ ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം മേടിക്കുമായിരുന്നു. അതും പിന്നെ അത് പോരായിട്ട് അമ്മച്ചീൻ്റെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഫുഡ് നല്ല അമ്മച്ചി അടിപൊളി കുക്കാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് മീൻകറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഈ പുഴയിൽ പോയിട്ട് ചാടി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു ഒടുക്കത്തെ വിശപ്പാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് നല്ല ചോറും ഉണ്ടാവും, മീൻ വറുത്തതും മീൻ കറിയും. ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ച് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടുത്തെ ഫുഡിൻ്റെ രീതിയായിരിക്കും എന്നെ മിക്കവാറും ഒരു ഫുഡി ആക്കിയത്. ഇപ്പം ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അമ്മച്ചീൻ്റെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നു അമ്മച്ചീൻ്റെ ഈ ഒരു ഫുഡ് കഴിച്ചിട്ടായിരിക്കും. അത് നല്ല അടിപൊളി ഒരു അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കസിൻസ് എല്ലാവരും കൂടെ ഒത്തു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു വൈബാണ്. കാരണം അത്രയും ഈ 9 മക്കളുടെ പിള്ളേരെല്ലാവരും ഞങ്ങളെല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ട്. കുറേ ചേട്ടന്മാർ ഞങ്ങളെങ്ങാട്ട് ഏജ് വൈസ് കുറേ ഡിഫറൻസ് ഉണ്ടെങ്കിലും എല്ലാവരും നല്ല സഹകരണവും നല്ലൊരു സെയിം വൈബും റാപ്പും ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നല്ല രസമായിരുന്നു.
ഇതാണ് എനിക്ക് അമ്മച്ചീനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഞങ്ങളെപ്പറ്റി പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ അമ്മച്ചി എപ്പോഴും ശ്രദ്ധിക്കും. എപ്പോൾ വിളിച്ചാലും അമ്മച്ചി പഠിത്തത്തിൻ്റെ അപ്ഡേഷനും ഇനി എന്താ നിൻ്റെ പ്ലാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു കാര്യം തന്നെയായിരുന്നു. ഇതാണ് എനിക്ക് അമ്മച്ചീനെ പറ്റിയുള്ള ഓർമ്മകളും കാര്യങ്ങളും. ഇവിടുത്തെ മൂത്ത പുത്രൻ്റെ ഏറ്റവും ഇളയ മോളാണ് ഞാൻ. എൻ്റെ പേരും അന്ന എന്നാണ്. വെല്ലുമിച്ചിയുടെ പേരും അന്ന തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കരുത്തും ഊർജ്ജമൊക്കെ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് എനിക്കും അച്ഛനും അമ്മയ്ക്ക് ഈ പേരിട്ടിട്ടുള്ളത്. കളത്തൂർ എന്ന് പറയുമ്പോൾ തന്നെ വളരെ അഭിമാനം കൊള്ളുന്ന കുറച്ച് പേരക്കുട്ടികളാണ് ഞങ്ങളെല്ലാവരും. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പറമ്പിലൊക്കെ പോയിട്ട് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ സീനിയേഴ്സിൻ്റെ ജൂനിയർ ഉടായ്പോലാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഞങ്ങളും ഒരുപാട് കുരുത്തക്കേടൊക്കെ കാണിച്ച് നല്ല വഴക്കൊക്കെ കേട്ട് അടിയൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെല്ലുമ്മച്ചിയാണെങ്കിൽ ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതുമ്പം നല്ല സുഖമായിട്ടൊക്കെ പരീക്ഷയൊക്കെ എഴുതി വന്നിട്ടുണ്ട്. ഞാൻ സിറ്റ. ഞങ്ങളിവിടെ വീട് അടുത്ത് തന്നെയാണ്. അപ്പം അമ്മച്ചീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മച്ചി ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ പഠനത്തെക്കുറിച്ചാണേലും ഇങ്ങനെ അന്വേഷിക്കും. നല്ലോണം പഠിക്കണം എന്നൊക്കെ പറയും. പിന്നെ ഇപ്പം ഞാനിപ്പോൾ പഠിക്കാൻ പോകുമ്പം ഇവിടെ കാണുവാണെങ്കിൽ ഞാൻ അമ്മച്ചീനെ വന്ന് ഇങ്ങനെ അമ്മച്ചീൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയും. നമ്മളെ വലിയ കാര്യമായിട്ട് നോക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അമ്മച്ചിയായിട്ട് സ്നേഹമാണ്. ലൈക്ക് അമ്മച്ചിക്ക് ഇങ്ങോട്ടും അതെ, എനിക്കും അങ്ങോട്ടും അതെ. അപ്പം അമ്മച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ പേര് സേറ. ഞാൻ കളത്തൂർ ഫാമിലിയിലെ ഏറ്റവും ഇളയ മകളാണ്. എനിക്ക് സേറ എന്ന് പേരിട്ടത് അമ്മച്ചിയാണ്. എന്നെ വീട്ടിലെല്ലാവരും റോസു എന്നാണ് വിളിക്കുന്നത്. അമ്മച്ചിയാണ് എന്നെ ആദ്യമായിട്ട് റോസു എന്ന് വിളിച്ച് തുടങ്ങിയത്. ഞാൻ അമ്മച്ചീൻ്റെ കൂടെയാണ് എല്ലാ ദിവസവും കിടക്കാറ്. എല്ലാ ദിവസവും രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് വെല്ലുമിച്ചി എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നും അത് ചെല്ലണം എന്നാണ് വെല്ലുമിച്ചി പറഞ്ഞിട്ടുള്ളത്. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് വെല്ലുമിച്ചിയാണ്. എന്നെ കുരിശ് വരയ്ക്കാനും എല്ലാം പഠിപ്പിച്ചത് വെല്ലുമിച്ചിയാണ്. ഈ കളത്തൂർ കുടുംബത്തിൻ്റെ ഭാഗമായി ഒരു കാരണവരെ പോലെ നിൽക്കുന്ന വികാരിച്ചൻ ബോബി മഴുവഞ്ചേരി അച്ഛൻ, അനുഭവമുള്ള, കരുതലുള്ള, സ്നേഹമുള്ള നല്ല ഇടയൻ. ആ ഇടയൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പൂതമ്പാറ ഇടവകയിലെ കളത്തൂർ അന്നമ്മച്ചി അടുത്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുക. പൂതമ്പാറ ഇടവകയിലെ ഏറ്റവും ആദ്യ കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ ഈ പൂതമ്പാറ ഇടവക സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് കളത്തൂർ ജോസഫ് ചേട്ടൻ്റെ ഭാര്യയാണ് അന്നമ്മച്ചിയെടുത്തി. 94 വയസ്സ് തികഞ്ഞ ഈ അന്നമ്മച്ചിയെടുത്തി ഈ കുടുംബത്തിൽ, ഈ ഇടവകയിൽ വലിയ മാതൃകയായി വിശ്വാസത്തിനും സ്നേഹത്തിനും സാക്ഷിയായി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അന്നമ്മച്ചിയെടുത്തി ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. 9 മക്കളുള്ള ഈ അന്നമ്മച്ചിയെടുത്തി 6 പെണ്ണ് 3 ആണുങ്ങൾ. ഈ 9 മക്കളെയും സ്നേഹത്തിൽ കോർത്തിണക്കി വലിയൊരു സാക്ഷി ജീവിതമാണ് സഭയ്ക്കും സമൂഹത്തിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോയ അന്നമ്മച്ചിയെടുത്തിയെ ഇന്ന് കുടുംബം ഏറ്റവും സ്നേഹത്തോടെ പൊൻകരങ്ങളിലാണ് കൊണ്ടുവന്ന് നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കളത്തൂർ ഭവനത്തെ ഏറ്റവും അടുത്തറിയാവുന്നത് കൊണ്ട് പറയുകയാണ്, ഈ അമ്മച്ചിയുടെയും മരിച്ചുപോയ അപ്പച്ചൻ്റെയും വിശ്വാസ ജീവിതം ഈ മക്കൾക്ക് എന്നും വിശ്വാസത്തിൽ വളർന്നു വരുവാൻ സഹായകമാകുന്നു. 25 കൊച്ചുമക്കളും 29 പേരക്കിടാങ്ങളുമുള്ള ഈ അമ്മച്ചി ഇന്ന് വലിയൊരു കുടുംബത്തിൻ്റെ നാഥിയായി വാഴുകയാണ്. അതായത് മക്കളെയും കൊച്ചുമക്കളെയും പേരക്കിടാങ്ങളെയൊക്കെ കാണുവാനായിട്ട് 3-4 തലമുറ വരെ കാണുവാനായിട്ട് ഈ അമ്മച്ചിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അത് ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ അമ്മച്ചി വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ സ്നേഹത്തോടെ, വലിയ ആർദ്രതയോടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഈ അമ്മച്ചി മനസ്സ് കാണിക്കാറുണ്ട്. ഈ മക്കളായാലും ഓരോ മകനും ഓരോ മകളും സമയം കിട്ടുമ്പോഴെല്ലാം ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. അമ്മച്ചിയുടെ ഇളയ മകനായ ബിജോയുടെ കൂടെയാണ് അമ്മച്ചി താമസിക്കുക. ബിജോയ് ചേട്ടനും ചേച്ചിയും കൊച്ചുമക്കളും ഈ അമ്മച്ചിയെ സ്നേഹിക്കുന്നതും കൊണ്ടുവന്ന് നടക്കുന്നതൊക്കെ വലിയ സ്നേഹത്തോടെ കാണുവാനായിട്ട് സാധിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ അമ്മച്ചിയുടെ കൊച്ചുമക്കളും പേരക്കിടാങ്ങളും ഒക്കെ വീട്ടിലേക്ക് വരുമ്പോൾ വലിയൊരു ആഘോഷത്തിൻ്റെ പ്രതീതിയാണ്. ഈ അമ്മച്ചിയെ കരങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടെ കൊണ്ടുപോയി നടക്കുകയും അമ്മച്ചിയുടെ എല്ലാ ആവശ്യങ്ങളിലും മക്കളെല്ലാം ഒന്നിച്ച് നിൽക്കുകയും ചെയ്യുന്നത് ദൈനംദിനം കാണുന്നുണ്ട്. അമ്മച്ചിക്ക് എന്തൊരു അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ മക്കളൊക്കെ വിവിധ നാടുകളിൽ നിന്ന് ഓടിയെത്തുന്നു.
അവരൊന്നിച്ചു ചേർന്ന് ഈ അമ്മച്ചി ശുശ്രൂഷിക്കുന്നു. ആ സ്നേഹവും പരിചരണവുമാണ് ഈ അമ്മച്ചി 95-ാം വയസ്സിലും ഈ മക്കളോടൊപ്പം ആയിരിക്കുവാനായിട്ട് സഹായിക്കുക. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചിയും ഈ കളത്തൂർ കുടുംബവും പൂതമ്പാറ ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം പുരാതനമായൊരു കുടുംബത്തിലെ അംഗമാണ് ഈ അമ്മച്ചി. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന നിമിഷം മുതൽ ഈ കുടുംബം ഈ ഇടവകയ്ക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത നന്മകളെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചിക്കും കുടുംബത്തിനും വരും നാളുകളിലും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹവും കൃപയും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈശ്വര സ്നേഹപൂർവ്വം, ബോബി അച്ഛൻ. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. കുടുംബം ഒരു മനോഹര ഗാനം, കുടുംബം ഒരു മനോഹര ഗാനം. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. സുഖത്തിലും ദുഃഖത്തിലും തന്നോടു ചേർന്നിരിക്കാം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. മക്കളും ചേർന്നൊരു സ്വർഗഭവനം പണിയാ. ഇതാണ് കളത്തൂർ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ഈശ്വര സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മുടെ സ്നേഹം നിറഞ്ഞ കളത്തൂർ അമ്മച്ചി തൻ്റെ 94-ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ സന്തോഷമായ സുദിനത്തിൽ അമ്മച്ചിയോടൊപ്പം മക്കളും കൊച്ചുമക്കളും നമ്മളെല്ലാവരും ഒന്നുചേർന്ന് ആയിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ അമ്മച്ചിക്ക് ഈ ജന്മദിനത്തിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ എല്ലാവരുടെയും പേരിൽ നേരുന്നു. പ്രിയമുള്ളവരെ, മാറിയ സാഹചര്യത്തിൽ പ്രായമായ മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനം എന്തായിരിക്കണം എന്ന ഒരു നല്ല സന്ദേശം കാണ്ടുവ രൂപതയുടെ മെത്രാൻ അഭിവന്യ അഗസ്റ്റിൻ മടത്തിക്കുന്നേൽ പിതാവ് നൽകുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അവരെ ബഹുമാനിക്കുവിൻ. ഭൂമിയിൽ നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും നിങ്ങൾ അവരെ ബഹുമാനിക്കുവിൻ. വചനമാണിത്. നമുക്ക് ജന്മം തന്ന, നമ്മളെ നാമാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നത് ന്യായയുക്തമായൊരു കാര്യമാണ്. വചനം
മാതാപിതാക്കന്മാരെ ബഹുമാനിപ്പിനെന്ന് പറയുമ്പോൾ അത് ഒരു വാഗ്ദാനത്തോടു കൂടിയാണ്. ഭൂമിയിൽ അനുഗ്രഹപൂർണമായൊരു ജീവൻ ലഭിക്കുന്നതിന് അത്യാവശ്യമായൊരു കാര്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാര് അവർ നമുക്ക് ജന്മം നൽകി നമുക്ക് വേണ്ടി ജീവൻ പൂർണ്ണമായി ത്യജിച്ചു. ദുഃഖവും സന്തോഷവും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ത്യജിച്ചത്. അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അവരുടെ സന്തോഷം നമ്മുടെ ഉന്നമനമായിരുന്നു, മക്കളുടെ ഉന്നമനമായിരുന്നു. മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത്. അവരുടെ എല്ലാം അവർ സമർപ്പിച്ചതും മക്കൾക്ക് വേണ്ടി. അവരുടെ സ്വപ്നം മക്കളുടെ നല്ല ഭാവിയായിരുന്നു. ഇന്ന് മക്കൾ നല്ല ഭാവിയോട് ജീവിക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നു. എന്നാൽ ഇന്നത്തെ പരിസ്ഥിതി ഒറ്റപ്പെട്ട മാതാപിതാക്കന്മാരെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു. അതുകൊണ്ട് മക്കളായ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കടമയെ നാം തിരിച്ചറിയണം, നമ്മുടെ മാതാവിനെ പിതാവിനെയും സ്നേഹിക്കണം. ആ സ്നേഹം നാം അവർക്ക് പകർന്നു നൽകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് അതാണ് നമ്മളിൽ നിന്ന് പഠിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നാളെ നമുക്ക് തരിക. നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം, ആ ബഹുമാനം നമുക്ക് കൈമുതലായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വരും തലമുറകൾ നമുക്ക് അതേ സ്നേഹവും വാത്സല്യവും നമുക്ക് തിരിച്ചു തരും. മാതാപിതാക്കളെ കുടുംബത്തിന്റെ നെയ്ത്തിരിയായി പ്രകാശമായി കാണുക, അവരോടൊപ്പം ജീവിക്കുക, അവർക്ക് സ്വാതന്ത്ര്യമാവുക, അവർക്ക് സഹായകമാവുക. അവരുടെ സന്തോഷം നമ്മുടെ കുടുംബത്തിന്റെ പ്രകാശമായി തീരട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ കളത്തൂർ കുടുംബത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം അനുഗ്രഹമായി മാറിയ ഒരു നല്ല അമ്മയോടൊപ്പമാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത്. എത്രയോ സന്തോഷകരമായ ഒരു അനുഭവം, നല്ല ഇഴയടുപ്പമുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലും മക്കൾ തമ്മിലും അതോടൊപ്പം തന്നെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ അടക്കം 72 പേരടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും പ്രചോദന കേന്ദ്രവുമാണ് ഈ അമ്മ. 94 വയസ്സ്, ഇപ്പോഴും മനസ്സിൽ ചെറുപ്പം സൂക്ഷിക്കുന്ന അമ്മ, സന്തോഷമുള്ളൊരമ്മ. കാരണം മക്കളിൽ നിന്ന് കിട്ടുന്നത് ആ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ചെറുപ്പം മുതൽ ഈ മക്കൾക്ക് വേണ്ടിയാണ് അമ്മ ജീവിച്ചതെന്ന് മക്കൾക്ക് ബോധ്യമുണ്ട്. മക്കളോട് ചേർന്ന് സ്നേഹമെന്താണെന്നും വിശ്വാസ ജീവിതം എന്താണെന്നും കഠിനാധ്വാനം എന്താണെന്നും പഠിപ്പിച്ചു കൊടുത്തത് വാക്കുകൊണ്ട് എന്നതിനേക്കാൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു നല്ല അമ്മയാണ് ഇവിടെ ഉള്ളത്. അത് ഈ കൊച്ചു പേരക്കുട്ടികൾ വരെ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. ആ കൊച്ചു കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ആ കൊച്ചു കുട്ടികൾക്ക് അമ്മയുടെ സ്നേഹവും കരുതലും കിട്ടിയ അനുഭവം. ഇപ്പോഴും അമ്മയുടെ കൂടെ കിടക്കുന്ന കൊച്ചുമക്കൾ എന്തൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ആഴിയോളം അഗാധമായ കാരുണ്യം, സ്നേഹത്തിൻ്റെ മറുവാക്ക്, മക്കളുടെ വേദനകളിലും സന്തോഷങ്ങളിലും ഒപ്പം നിൽക്കുന്ന, മക്കൾക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന ജന്മം, എത്രയോ അർത്ഥവത്തായ ജീവിതം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മക്കൾ ദൈവത്തെ പോലെ കരുതുന്ന അമ്മ. അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു പ്രത്യേകത ഈ അമ്മയിലെ ആതിഥ്യ മര്യാദ. അതിഥികളെ ദൈവത്തെ പോലെ കരുതി അവരെ സന്തോഷത്തോടെ പറഞ്ഞു വിടുന്ന മനസ്സ്, പങ്കുവയ്ക്കുന്ന അനുഭവം. ശ്രദ്ധയുള്ള അമ്മ, പരിഗണിക്കുന്ന അമ്മ, മനസ്സിലാക്കുന്ന അമ്മ, മക്കളെ അറിയുന്ന അമ്മ, മക്കളോട് കൂടെ എപ്പോഴും ആയിരിക്കുന്ന അമ്മ. അതുകൊണ്ട് ഇന്ന് മക്കൾ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ വലിയ സന്തോഷമാണ് ഇന്ന് ഈ അമ്മ അനുഭവിക്കുന്നത്. ഈ ഐശ്വര്യമുള്ള ദൈവം ഇറങ്ങി വസിക്കുന്ന ഈ കളത്തൂർ കുടുംബത്തിൻ്റെ അമ്മയ്ക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു.
ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന മറ്റൊരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.